അങ്ങനെ സ്ട്രേഞ്ചർ തിങ്സ് അവസാനിച്ചിരിക്കുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടില്ല, ഫൈനൽ കണ്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിർത്തിപ്പോക്കോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു കാണുന്നൊരു സുഖത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. കുറേ സ്പോയിലേഴ്സ് ഉണ്ട്, കഥയുടെ ഒരു മെയിൻ ഭാഗങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നിർത്തിക്കോ. സ്ട്രേഞ്ചർ തിങ്സിന് ഒഫീഷ്യലി എൻഡായി എന്നാണ് അവർ പറയണത്. പക്ഷേ മനസ്സിലായത് വെച്ചിട്ട് ഒരു സീക്വൽ വരാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളും അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ പോലെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടി ചെയ്യണത്, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അങ്ങോട്ട് ക്ഷമിക്കുക. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ ചെയ്തു. എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. കാരണം സീസൺ 5 നമ്മൾ വിചാരിച്ചില്ല, മീൻസ് സീസൺ 5 വോളിയം 1 വന്നപ്പോൾ ഒരു ഹൈപ്പിൽ വന്നു. ഹൈപ്പിൽ വരല്ല, കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹൈപ്പായി. വില്ലിന് പവർ കിട്ടി, കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സംഭവം റേഞ്ച് മാറി. പിന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ അതിൻ്റെ വോളിയം 2 ഇറക്കി വിട്ടപ്പോൾ ആ ഒരു ഹൈപ്പൊക്കെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ കൊണ്ടുപോയിട്ട് ഇത് കൊളാക്കും, എൻഡിങ് കൊളാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പേഴ്സണലി. ബട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് എൻഡിങ്ങിൽ. ഞാൻ വിചാരിച്ചത് കൊള്ളാവുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ അവർ ബെറ്ററായിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ അതിലേക്ക് വരാം. എൻഡിങ്ങിൽ ഇത്തിരി ഫൈറ്റ് കുറഞ്ഞു എന്നൊക്കെ ഉള്ളൊരു സംഭവം എനിക്കും തോന്നി. ഡെമോ ഗോർഗൻസോ ഡെമോ ഡോഗ്സോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നൊരു, എൻ്റെ ഭാഗത്ത് നിന്ന് തോന്നുന്നൊരു വ്യൂവിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വെക്ന അല്ലെങ്കിൽ ഹെൻറി ഇവരിനെ ആരെയും ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇവർ അപ്സൈഡ് ഡൗണിൽ കയറി ഫൈറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവരൊരിക്കലും ഡിമെൻഷൻ എക്സിക്ക് കയറി വരും എന്നുള്ളൊരു സംഭവം ഹെൻറി പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എലമെൻ്റ് ഓഫ് സർപ്രൈസിൻ്റെ ഒരു ഗുണം നമ്മുടെ ടീമിന് എപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതുകൊണ്ടായിരിക്കാം ഹെൻറി ഈ ഡെമോ ഡോഗ്സിനോ അല്ലെങ്കിൽ ഡെമോ ഓർഗൻസിനോ ഒന്നും ആർമീനെ ബിൽഡ് ചെയ്യാണ്ടിരുന്നതും പ്രിപ്പയർ ആവേണ്ടിരുന്നതും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേസ് അവിടെ. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞത്, ഇപ്പോൾ ഇതിൻ്റെ ഹാഫ് ഭാഗം ഇവരൊരു ഫൈറ്റും അതിൻ്റെ ഒരു ബിൽഡപ്പിലേക്ക് കൊണ്ടുവന്നാലും ബാക്കി റെസ്റ്റ് ഓഫ് ദ എപ്പിസോഡ് വരെ അത് ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് തീരെ കണക്ട് ആവേണ്ടിരുന്നൊരു ആളാണ് മൈക്ക്. ഈവൻ ഡസ്റ്റിനാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വില്ലാണെങ്കിലോ ലൂക്കസ്, ഇപ്പോൾ ലാസ്റ്റ് മാക്സിൻ്റെ കേസൊക്കെ വന്നപ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടിയിരുന്നു. അങ്ങനെ തീരെ കണക്ഷൻ കിട്ടാണ്ടിരുന്ന ആളാണ് മൈക്ക്. ആ മൈക്കിൻ്റെ കണക്ഷൻ ഇവൻ എന്താ പറയുക, ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ ഇവൻ സ്റ്റോറി നറേറ്റ് ചെയ്യണ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര സെറ്റാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്തിരുന്നു. മീൻസ് അവൻ്റെ വിഷമവും അതൊക്കെ ആൾ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കണക്റ്റായി. അപ്പോൾ ആ സ്റ്റോറി നറേഷൻ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡബിൾ ക്ലൈമാക്സ്, അല്ലെങ്കിൽ നമുക്ക് തീരുമാനിക്കാം ഇതിൻ്റെ എൻഡിങ് എങ്ങനെ വേണം എന്നുള്ള പോലെയാണ് ഇതിൻ്റെ റൈറ്റേഴ്സും ടീമും സെറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒന്നില്ലെങ്കിൽ എല്ല് മരിച്ചു, ഇല്ലെങ്കിൽ ലെവൻ മരിച്ചിട്ടില്ല. ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാം. ഇതിലെല്ലാവരും കഴിഞ്ഞ് ലാസ്റ്റ് പോകുമ്പോൾ ഐ ബിലീവ് എന്നൊക്കെ പറഞ്ഞൊരു പോകുന്നുണ്ട്. അവർ വിചാരിക്കുന്നു, അവർ ബിലീവ് ചെയ്യണു ലെവൻ മരിച്ചിട്ടില്ല എന്ന്. പേഴ്സണലി ഞാനും ബിലീവ് ചെയ്യണു ലെവൻ മരിച്ചിട്ടില്ല എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാരണങ്ങളുണ്ട്. ചുരുക്കം കാരണങ്ങൾ നോക്കുമ്പോൾ ഈ ലെവൻ ഇവനായിട്ട് ഇപ്പം ഈ പട്ടാളക്കാർ പിടിച്ചെടുത്തുനിന്ന് ലെവൻ എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ലെവൻ പോയിട്ട് അവിടെ നിൽക്കണ പോലെ കാണുന്നത്. അതൊരു ഇല്യൂഷനാണ്. അതിന് 8 ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 8 എങ്ങനെ ഹെൽപ്പ് ചെയ്തു, 8 മരിച്ചിട്ടില്ലേ എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. എന്നാലും ഈ അവിടെ ഇല്യൂഷൻ ആവാനുള്ള സാധ്യതകളിൽ എനിക്ക് മെയിനായിട്ട് തോന്നിയ കാര്യം, ഈ ലെവൻ്റെ ക്രിപ്റ്റനൈറ്റ് എന്ന് പറയുന്ന സംഭവം, അതായത് ലെവൻ്റെ പവർ കളയാൻ വേണ്ടി ഇവർ യൂസ് ചെയ്യണ സൗണ്ട് വേവ്സ് അവിടെ ഉണ്ടായിട്ടും ലെവൻ മൈക്കായിട്ടുള്ളൊരു മൈൻഡിലുള്ള പരിപാടി നടത്തി. അത് പോസിബിളല്ല, സാധാരണഗതിയിൽ പോസിബിളല്ല. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഒന്നില്ലെങ്കിലും ആ ഒരു ക്രിപ്റ്റനൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് വേവ്സിൻ്റെ ഒരു ഇതിൽ ലെവൻ അവിടെ എങ്ങനെ കൂളായിട്ട് നിന്നു എന്നുള്ളതും ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ ഇത്രയും സംഭവം ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ചും അല്ലാണ്ടൊരു സമയത്ത് ലെവണിന് ഇങ്ങനൊരു കണക്ഷൻ നടത്തണമെങ്കിൽ, മൈൻഡിൻ്റെ കണക്ഷൻ നടത്തണമെങ്കിൽ ലെവണിന് മറ്റേ വെള്ളത്തിൽ കിടക്കണം, ടബിൽ കിടക്കണം, ഭയങ്കര കാട്ടിക്കൂട്ടലാണ്. അതില്ലാണ്ട് പറ്റില്ല. പക്ഷേ ഈ പരിപാടിയിൽ അത് നടന്നു. അതെങ്ങനെ നടന്നു?
അത് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ വെള്ളമില്ലാണ്ട് പരിപാടി നടക്കില്ല. അപ്പോൾ ആ പരിപാടി നടന്നു. അപ്പോൾ ലെവന് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ചെയ്യാനുള്ള സാധ്യതകളില്ലാത്തപ്പോൾ ലെവൻ അത് ചെയ്തു. ഇനി എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് ലെവൻ ഇത് ചെയ്തു എന്ന് തന്നെ വിചാരിക്കട്ടെ. ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പുല്ല് പോലെ നിൽക്കുമ്പോൾ മറ്റേത് മൂക്കിൽ നിന്നൊക്കെ ചോരയൊക്കെ ഒലിപ്പിച്ച് അകലമ്പാക്കുമല്ലോ. ഈ പറഞ്ഞ പരിപാടി ഉണ്ടായില്ല. അപ്പം മൂന്നാമത്തെ കാര്യം, ലെവൻ്റെ മൂക്കിൽ നിന്ന് ചോര വന്നില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കും തോന്നുന്നു ലെവൻ മരിച്ചിട്ടില്ല. അത് ഒന്നില്ലെങ്കിൽ ഇലൂഷനാവാം, ഇലൂഷനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത്. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ 8 അവിടെ മരിച്ചിട്ടുണ്ടാവില്ല. 8 മരിച്ചപ്പോഴായിരിക്കും 11 ഫെയ്ഡ് ആവണ പോലെ ഉണ്ടായത്. പിന്നെ നാലാമത്തെ കാര്യം, ഈ അപ്സൈഡ് ഡൗൺ വലിച്ചെറിഞ്ഞ് പറിച്ച് എല്ലാവരെയും കൊണ്ട് വലിച്ചു പോകുമ്പോൾ, എല്ലാ സാധനങ്ങളും വലിച്ചു പോകുമ്പോൾ 11 അവിടെ അങ്ങനെ കൂളായിട്ട് നിൽക്കുക. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. 11ൻ്റെ മുന്നിൽ കൂടെ പൊടിയും പടലൊക്കെ പോകുന്നുണ്ട്. 11 കണ്ണ് വരെ അടയ്ക്കണില്ല. അപ്പോൾ അതും എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് തോന്നുന്നു 11 മരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ട് ആ ഒരു ഭാഗം എന്താ പറയുക, 11 മരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ വിശ്വസിക്കാനാണ് ഞാനും വിചാരിക്കുന്നത്. പിന്നെ ഈ ഹോപ്പറും ജോയ്സും കൂടി ലാസ്റ്റ് ഇങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഇവർ വേറൊരു സ്ഥലത്തേക്ക് പോവാം ജോലി കാര്യമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു അടുത്തൊരു സീക്വലേക്ക് അവിടേക്ക് തന്നെ ആവും ചിലപ്പോൾ നമ്മുടെ ലെവനും എത്തിപ്പെട്ടുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ആവും, അങ്ങനെ ഒരു സീക്വൽ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ടോട്ടലി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻഡിങ് ഡിസേർവ്ഡ് എൻഡിങ് ആണ്, സേഫായിട്ട് എൻഡ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിന് അതൊരു വിഷമം, ഒരു ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും അത് എന്താ പറയുക, നമുക്കതൊരു മനസ്സിലാക്കാൻ പറ്റാവുന്ന പോലെ ഉള്ളൊരു എൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഐ ഗിവ് അറൗണ്ട് ലൈക്ക് ഒരു 7 or 8 out of 10 എന്നുള്ള പോലെ നമുക്ക് കൊടുക്കാം. അതാണ് ഈ സ്ട്രേഞ്ചർ തിങ്സ് ലാസ്റ്റ് എപ്പിസോഡിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ബൈ ഗൈസ്.